ഡയമണ്ട്സ് അറിഞ്ഞു വാങ്ങാം, അറിഞ്ഞു വിൽക്കാം. മിത്ര ഡയമണ്ട്സ്, തിരൂർ. താനൂരിൽ വ്യാപാരികളും സമരാനുകൂലികളും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളും. പണിമുടക്കിൽ തുറന്ന കടകൾ സമരാനുകൂലികൾ അടപ്പിച്ചു. പോലീസ് എത്തിയതോടെയാണ് രംഗം ശാന്തമായത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ താനൂരിൽ പ്രകടനം നടത്തി. പണിമുടക്കിന്റെ രണ്ടാം ദിനത്തിൽ താനൂരിൽ വ്യാപാരികൾ കടകൾ തുറന്നെങ്കിലും സമരാനുകൂലികൾ എത്തി അടപ്പിക്കാൻ ശ്രമിച്ചത് വാക്കേറ്റത്തിനും നേരിയ സംഘർഷത്തിനും ഇടയാക്കി. വ്യാപാരി സംഘടനയുടെ നിർദ്ദേശത്തോടെയാണ് കടകൾ തുറക്കാൻ വ്യാപാരികൾ തയ്യാറായത്. എന്നാൽ സമരാനുകൂലികളെത്തി തുറന്ന കടകൾ ബലമായി അടപ്പിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ വ്യാപാരി നേതാക്കളും സമരാനുകൂലികളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തുടർന്ന് പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ താനൂർ നഗരത്തിൽ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. സംഘടനാ നിർദ്ദേശത്തോടെയാണ് വ്യാപാരികൾ തുറന്നതെന്നും എന്നാൽ വ്യാപാരികൾക്ക് സംരക്ഷണം നൽകേണ്ട പോലീസ് സമരക്കാർക്ക് അനുകൂല നിലപാടാണ് സ്വീകരിച്ചതെന്നും വ്യാപാരി നേതാക്കൾ പറഞ്ഞു. പോലീസിന്റെ അനാസ്ഥ പോലീസ് നോക്കിയിരിക്കുക. നമുക്ക് സംരക്ഷണം നൽകേണ്ട, നമുക്ക് നീതി നടത്തുന്ന, നമ്മൾ ശമ്പളം വാങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മളെ ഒരു രീതിയിലും സഹായിക്കാത്ത രീതിയിൽ നടന്ന് പൂട്ടിച്ചുകൊണ്ടിരിക്കുന്ന രീതിയാണ് നമ്മളിവിടെ കാണാനുള്ളത്. ഇതിന്റെ പ്രതിഷേധമാണ് നമ്മൾ അറിയിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വരും കാലങ്ങളിൽ നമ്മളതിനെപ്പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്നത്തെ നമ്മൾ ഈ പരിപാടിയിൽ ഇപ്പോൾ നമ്മൾ പ്രതിഷേധം നടത്തി വളരെ സന്തോഷമുണ്ട്. ഇതുപോലുള്ള പ്രതിഷേധം ഉണ്ടായിരിക്കണം. എന്നാലേ ഇതുപോലുള്ള അധികാരികളും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണരുകയുള്ളൂ. അത്രമാത്രം രൂക്ഷമായ രീതിയിലാണ് ഇപ്പോൾ കടകൾ വന്ന് പൂട്ടിച്ചത്. എത്ര കാലമായി നമ്മൾ അടഞ്ഞെടുക്കുന്നു. നമ്മൾ എത്ര ഭീമമായ നഷ്ടങ്ങൾ, എത്ര കടകളുടെ പൂട്ടി നടക്കണം കൊറോണ കാലത്തിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പ്രതിഷേധമായി, ഇത് സൂചന മാത്രമാണ്. ഇനി നമ്മളെ വ്യാപാരികളെതിരെ ഇവരെ ഇതുപോലുള്ള ധിക്കാരമായ നടപടിയുമായി മുന്നോട്ട് നമ്മൾ പ്രതിഷേധിക്കും. തീർച്ചയായിട്ടും യൂണിറ്റ് പ്രസിഡന്റ് NN മുസ്തഫ കമാൽ, ജനറൽ സെക്രട്ടറി MC റഹീം, ട്രഷറർ P ഷൺമുഖൻ, KP മനാഫ്, AM അലി, കള്ളിയത്ത് ജലീൽ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി.